ഹലോ, നമസ്കാരം. ജീജാസ് ടൈംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വളരെ വേദനാജനകമായ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ചാരിറ്റി ചെയ്യാൻ തുടങ്ങിയിട്ട് 5 വർഷമേ ആയിട്ടുള്ളൂ. എനിക്ക് ഈ ചാരിറ്റി എങ്ങനെ ചെയ്യണം എന്നൊന്നും എനിക്ക് ആദ്യം അറിയത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഒറ്റപ്പെടുന്നവരുടെ വേദന ഞാൻ മനസ്സിലാക്കിയത്. അതിനുശേഷം അവരുമായിട്ട് കൂടുതൽ അടുപ്പം വന്നപ്പോൾ അവരെ സഹായിക്കണമെന്ന് തോന്നി. അങ്ങനെ തുടങ്ങിയ ഒരു മനസ്സ്, അവരെ സഹായിക്കാനുള്ളൊരു മനസ്സ് ചെയ്ത് വന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലരും സഹായിച്ച് ഓരോരുത്തരുടെ സങ്കടങ്ങൾ, വേദനകൾ നമ്മൾ തീർത്തു കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണുമ്പോഴുണ്ടാകുന്ന ഒരു സംതൃപ്തി. ഭഗവാൻ നമ്മളെ നിശ്ചയിച്ച് ഓരോ കാര്യങ്ങൾ, ഓരോ ഡ്യൂട്ടി ഏൽപ്പിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ് കുറേ കാര്യങ്ങൾ ചെയ്ത്. അതിലിടക്ക് കോവിഡ് വന്നു. 2 വർഷം പലരുടെയും കണ്ണീര് കാണേണ്ടി വന്നു. പലരും ഒരുപാട് സൽഹൃദയരായിട്ടുള്ള, നല്ല സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ സഹായം കൊണ്ട് എല്ലാവരെയും എനിക്ക് സഹായിക്കാൻ പറ്റി. ഇതിപ്പം 5 വർഷമായി. ഇന്നലെ എന്നെ ഒരു കുട്ടി വിളിക്കുക. എൻ്റെ അനിയത്തിയോട് ആദ്യം സംസാരിച്ചത്. കണ്ണൂരാണിവർ. കണ്ണൂർ താണ എന്ന് പറയുന്ന അടുത്ത് ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അവരുടെ കുഞ്ഞിനെയും കൊണ്ട്. അജിൻ എന്നാണ് കുട്ടിയുടെ പേര്, അനിത എന്നാണ് അമ്മയുടെ പേര്. അവർ പറയുന്നത് അവർക്കൊരു ഡിസേബിൾ കുട്ടി പിറന്നു. നമുക്ക് കല്യാണം കഴിഞ്ഞാൽ നമുക്കൊരു എല്ലാം ആരോഗ്യത്തോടു കൂടിയുള്ള കുഞ്ഞുങ്ങളെ കിട്ടുന്നത് മഹാഭാഗ്യമാണ്. പക്ഷേ ആരുടെയും കുറ്റമല്ല, ഭഗവാൻ അവർക്കൊരു ഡിസേബിൾ ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ കൊടുക്കുമ്പോൾ ആ കുഞ്ഞുമക്കളെ സംരക്ഷിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. അവർക്ക് സാമ്പത്തികം ഇല്ല എങ്കിൽ എന്ത് ചെയ്യും? കൂലിപ്പണിക്ക് പോകുന്ന അച്ഛൻ, അമ്മക്ക് ഒരു ജോലിക്കും പോകാൻ പറ്റില്ല, ഈ കുഞ്ഞിനെ നോക്കണം. മൂത്ത കുട്ടിയുണ്ട്, 9ാം ക്ലാസ് പഠിക്കുന്നു. അപ്പോൾ ഈ കുഞ്ഞിന് കൂലിപ്പണിക്ക് പോകുന്ന അച്ഛൻ്റെ വരുമാനം കൊണ്ട് കുഞ്ഞിനെയും കൂടി സംരക്ഷിക്കാനും പറ്റായിക വരുമ്പോൾ അവരെന്ത് ചെയ്യും? മറ്റുള്ളവരോട് ആശ്രയം ചോദിക്കും. അങ്ങനെ എന്നിലേക്ക് അവരെത്തിയപ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ച്, എനിക്കായിട്ട് കാശ് കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. പക്ഷേ എൻ്റെ വാക്കുകൾ വിശ്വസിച്ച് പലരും പല സഹായങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിലാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. കാരണം ആ കുഞ്ഞിന് 3 കൊല്ലം ട്രീറ്റ്മെൻറ്റ് എടുത്താൽ കുഞ്ഞിനെ നടക്കാനുള്ള ഒരു അവസ്ഥയിലാക്കി തരാമെന്ന് ഡോക്ടർ പറയുന്നു. ആ കുട്ടിയുടെ വീഡിയോ ഞാൻ ഇതിനകത്തിട്ട് തരാം. അതാണ് കുഞ്ഞ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 വയസ്സിൽ തന്നെ തുടങ്ങണമായിരുന്നു. ഇപ്പം ആ കുഞ്ഞിന് 5 വയസ്സായി. അവർക്ക് സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ട് രണ്ടാമത് അവർ ഈ ഡോക്ടറിൻ്റെ അടുത്ത് എത്തിയില്ലായിരുന്നു. അതാണ് കാര്യം. പലരെയും കാണിച്ചു, ട്രീറ്റ് ചെയ്ത് പോകുമായിരുന്നു. പക്ഷേ ഇപ്പം ഈ ഡോക്ടറിൻ്റെ അടുത്ത് എത്തിയപ്പോൾ 3 വർഷം കണ്ടിന്യൂസ് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ നടക്കാവുന്ന ഒരവസ്ഥയിൽ എത്തിച്ചു തരാം എന്ന് ഡോക്ടേഴ്സ് പറയുമ്പോൾ ശരിക്കും പ്രതീക്ഷയല്ലേ? അവർ എന്നോട് പറയുമ്പോൾ എനിക്കും പ്രതീക്ഷയാണ്. ആ കുഞ്ഞ് നടന്നു വരുമ്പോൾ ആ കുട്ടിയുടെ സ്വന്തം കാര്യങ്ങൾ കുഞ്ഞ് തന്നെ ചെയ്തു തുടങ്ങാവുന്ന ഒരവസ്ഥയിലെത്തിയാൽ രക്ഷിതാക്കൾക്ക് ഒരുപാട് പുണ്യമുണ്ടാവും. അത് സാമ്പത്തികപരമായി കാശില്ലാത്തത് കൊണ്ട് ട്രീറ്റ്മെൻറ്റ് മുടങ്ങിയാൽ, നമ്മുടെ ചെവിയിൽ അങ്ങനെ ഒരു സംഭവം എത്തിയിട്ട് നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കാതിരുന്നാൽ അത് ഭഗവാന്റെ മുന്നിൽ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റല്ലേ? അതുകൊണ്ട് തന്നെ ഈ കാര്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. എന്നെ സ്നേഹിക്കുന്നവരുടെ മുന്നിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. അവരുടെ അക്കൗണ്ട് നമ്പർ, ഗൂഗിൾ പേ നമ്പർ എല്ലാം ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളാൽ പറ്റുന്ന സഹായങ്ങൾ എന്നും അവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുക. കാരണം 3 വർഷം ആ കുഞ്ഞിനെ ട്രീറ്റ് ചെയ്യണം. അവർ നടക്കുന്നത് വരെയും ആ കുഞ്ഞ് സ്വന്തം കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയാൽ മാത്രമല്ലേ അവർക്കൊരു ജോലിക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഒരു മനുഷ്യൻ, സ്വന്തം അച്ഛൻ എത്ര കാലം എത്ര കഷ്ടപ്പെട്ടാലാണ് ഇത് ചെയ്യാൻ പറ്റുക? അദ്ദേഹത്തിന് വീട്ടുകാര്യങ്ങൾ മൊത്തം ചെയ്തു വരുമ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളും മുഴുവനായിട്ടും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുഞ്ഞെപ്പോഴും അവിടെ കിടന്നുപോയാൽ ശരിയല്ലല്ലോ. ഒരു ഡോക്ടറാണ് അവർക്ക് പ്രതീക്ഷ കൊടുക്കുന്നത്. അപ്പോൾ ആ ഡോക്ടറിനെ വിശ്വസിച്ചുകൊണ്ട് അവരോടൊപ്പം നമ്മളെല്ലാവരും നിന്നുകൊണ്ട് അവരെ സഹായിക്കാൻ നിങ്ങളെല്ലാവരുടെ മുന്നിൽ ഞാൻ ഈ സംഭവം നിങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. സഹായിക്കാൻ പറ്റുന്നവർ കഴിയുന്നതും അവരുടെ അക്കൗണ്ടിൽ ഇട്ടുകൊടുത്ത് സഹായിക്കണം എന്നൊരു അപേക്ഷയോടുകൂടിയാണ് ഞാനിത് നിങ്ങളെ മുന്നിൽ സമർപ്പിക്കുന്നത്. ആ കുഞ്ഞ്
നടന്നു വന്നാൽ നമുക്കെല്ലാവർക്കും കോടി പുണ്യമായിരിക്കും. ഡിസേബിളായിട്ടുള്ള മക്കളെ ദൈവം അവർക്ക് സമ്മാനിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ക്ഷമയോടുകൂടി അവരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ മനസ്സുള്ള രക്ഷിതാക്കൾക്കാണ് ദൈവം അങ്ങനെയൊന്ന് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രക്ഷിതാക്കളോടൊപ്പം സൽഹൃദയരായ നമ്മളെല്ലാവരും കൂടെ നിന്നാൽ ആ കുഞ്ഞിന് നടക്കാനുള്ളൊരവസരം നമ്മളെല്ലാവരും കൂടി ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങളെല്ലാവരും അതിനുവേണ്ടി സഹായിക്കണം എന്നൊരപേക്ഷ മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്, നിങ്ങളെ മുന്നിൽ ഞാൻ സമർപ്പിക്കുകയാണ്. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ആ കുട്ടിയെ അജിൻ എന്ന ആ കുട്ടിയെ നമ്മൾ നടത്തി കൊടുക്കണം, നടന്ന് കാണണം. ആ നടന്നതിന് ശേഷം നമുക്ക് നിങ്ങളുടെ എല്ലാവരെയും സഹായം കൊണ്ട് ആ കുട്ടി നടന്നു എന്നും നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിച്ച് ഭഗവാനിൽ സമർപ്പിച്ച് ഞാനിവിടെ നിർത്തുകയാണ്. നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് എല്ലാവരും സഹായിക്കണം. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. നന്ദി, നമസ്കാരം.